നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലോകകപ്പിൽ കേപ്പ് വെർദെയ്ക്ക് ചരിത്ര നേട്ടമുണ്ടായി. ആദ്യ ലോകകപ്പിൽ തന്നെ അവർ നോക്കൌട്ടായി. 3 സമനിലകളുമായിട്ടാണ് കേപ്പ് വെർദെയുടെ നോക്കൌട്ട് പ്രവേശനം. അനിൽ വാസു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും തത്സമയം ചെയ്യുന്നു. അനിൽ, അസാധാരണമായ ഒരു വിജയമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും അസാധാരണമായ അല്ലെങ്കിൽ ഒരു വിസ്മയകരമായ നേട്ടം തന്നെയാണ് കേപ്പ് വെർദെ സ്വന്തമാക്കിയിരിക്കുന്നത്. വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യം അവർ ലോകകപ്പിൻ്റെ മഹാവേദിയിൽ, കാൽപന്ത് കളിയുടെ മഹാവേദിയിൽ വിസ്മയം തീർത്തിരിക്കുകയാണ്. അവർ അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൌട്ടിലേക്ക്, റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറിയിരിക്കുന്നു. വെറുതെ ലോകകപ്പ് കണ്ട് മടങ്ങാനല്ല, അമേരിക്ക കണ്ട് മടങ്ങാനല്ല വന്നതെന്ന് കേപ്പ് വെർദെ തെളിയിക്കുന്നു. നമ്മൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും പാഠമാക്കേണ്ടതുണ്ട് ഈ കുഞ്ഞൻ രാജ്യത്തെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം അവർ തകർത്തു വിട്ടോ, അല്ലെങ്കിൽ ഒറ്റ മത്സരത്തിൽ പോലും ജയമില്ല. എല്ലാ മത്സരങ്ങളും അവർ കളിച്ച 3 മത്സരങ്ങളും സമനിലയിലായിരുന്നു. അത് പൊന്നും വിലയുള്ള, ലോകകപ്പ് നേട്ടത്തോളം വിലയുള്ള 3 സമനിലകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ കൊടുക്കുന്നു. അടുത്ത മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ 2 തവണ ലോകകപ്പ് നേടിയുള്ള ഉറുഗ്വയെ സമനിലയിൽ കുരുക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയാണ് ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വെർദെ കുടുക്കിക്കളയുന്നത്. പക്ഷേ കുടുക്കുക എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് വന്നാൽ അത് തെറ്റെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതൽ നന്നായി കളിച്ചത് കേപ്പ് വെർദെയാണ്. സൗദിയെ വല്ലാത്ത രീതിയിൽ അവർ ഗോൾമുഖത്ത് നിരന്തരം ആക്രമിച്ച് കളിക്കുകയും ഗോളടിക്കാൻ പലകുറി അവസരം കിട്ടിയെങ്കിലും അവരുടെ ഒരു പരിചയക്കുറവ് കൊണ്ട് മാത്രം അത് ഗോളാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കേപ്പ് വെർദെ അത്ര സുന്ദരമായാണ് ഇന്നത്തെ മത്സരം കളിച്ചത്. അല്ലെങ്കിൽ ലോകകപ്പിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി ഈ ലോകകപ്പ് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷേ കേപ്പ് വെർദെയാണ് ഈ ലോകകപ്പിൻ്റെ ടീം. ഈ ലോകകപ്പ് അറിയപ്പെടാൻ പോകുന്നത് കേപ്പ് വെർദെയുടെ പേരിലും ഒസീഞ്ഞി ഉൾപ്പെടുന്ന താരങ്ങളുടെ പേരിലുമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്ര കണ്ട് മികച്ച പ്രകടനം ആണ് അവർ വരുന്നത്. അവർ 2 ലോക ചാമ്പ്യന്മാരെ തന്നെ സമനിലയിൽ കുരുക്കി എന്ന് പറയുന്നത് അതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞാൽ അതിൽ തീരുന്നില്ല അവരുടെ വിസ്മയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേപ്പ് വെർദെ വളരെ സുന്ദരമായി കളിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. അർജന്റീനയെ ആയിരിക്കും അവരുടെ എതിരാളികൾ എന്നുള്ളത് വരുന്നതാണ്. അർജന്റീന ആരാധകരെ പോലും ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു കുഞ്ഞൻ ടീം എന്നതിനപ്പുറത്ത് ഇനി കേപ്പ് വെർദെയെ അങ്ങനെ നോക്കിക്കാണാനാവില്ല. നിലവിലെ ലോക ചാമ്പ്യന്മാരടക്കം പേടിക്കേണ്ടതുണ്ട് ഈ കുഞ്ഞൻ കേപ്പ് വെർദെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും അതിമനോഹരമായി തന്നെ കളിച്ച കേപ്പ് വെർദെ മുന്നേറുന്നു. ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന്, എച്ച് ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ നിന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും അടുത്ത റൗണ്ടിലേക്ക്, നോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഉറുഗ്വയെ ഇതില്ലാത്ത ഒരു ഗോളിന്, അലക്സ് ബേയനെ നേടിയ ഒറ്റ ഗോളിൽ കീഴടക്കിക്കൊണ്ടാണ് മുന്നേറിയിരിക്കുന്നത്. അങ്ങനെ സ്പെയിനും കേപ്പ് വെർദെയും ഗ്രൂപ്പ് എച്ചിൽ നിന്ന് മുന്നേറുകയാണ്. ഇന്ന് നടന്ന മറ്റൊരു മത്സരം ഫ്രാൻസ് നോർവേ പോരാട്ടമാണ്. അതിൽ 4-1 വമ്പൻ ജയം നേടിക്കൊണ്ട് ഫ്രാൻസും നോക്കൌട്ടിലേക്ക് നേരത്തെ തന്നെ കയറിയതാണ്. അവർ ഇത്തവണ ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടം ഉറപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഗ്രൂപ്പിൽ നിന്ന് സെനഗൽ 3-ാം സ്ഥാനത്താണ് ഇരുന്നു. അവർ ഇറാഖിനെ 5-0 വമ്പൻ ജയത്തോടുകൂടി അവരുടെ നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കിയിരിക്കുന്നു. ഇനി ഈ മത്സര ദിനത്തിൽ 2 മത്സരങ്ങൾ കൂടിയുണ്ട് എസ് കെ. അതുകൂടി ആവേശകരമാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് എസ് കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.